വിവിയുടെ ഒരു അടുത്ത സുഹൃത്താണ് ഈ ജാസ്മിൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇതിനകത്തും പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ വിവി എൻ്റെ ഒരു നല്ല സുഹൃത്താണ്. ആ രീതിയിൽ ഞാൻ വിവിയോട് പറഞ്ഞു, അതായത് വിവി പറഞ്ഞാൽ നോ പറയില്ല എന്ന് വിചാരിച്ചു. ഞാൻ ജാസ്മിനോട് ചോദിച്ചു, അല്ല വിവിയോട് പറഞ്ഞു, വിവി ഒരു ജാസ്മിനോട് ഇന്നൊരു സെൽഫി എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ജാസ്മിൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കാൻ ചോദിച്ചു, അല്ലെങ്കിൽ സെൽഫി എടുക്കാൻ ചോദിച്ചിട്ട് നാണം കെട്ടല്ല. അപ്പോൾ ഞാൻ എന്താ കാര്യം, അപ്പോൾ ഞാൻ പറഞ്ഞു അത് ജാസ്മിനും പറഞ്ഞു. ജാസ്മിൻ പറഞ്ഞു, അതായത് നമ്മളെ ഇൻസൾട്ട് ചെയ്തിട്ട്. അപ്പം ആക്ച്വലി അപ്പോൾ വിവിയോട് അവിടെ വെച്ച് ചോദിച്ചത്, അവിടെ നിന്ന് കറുത്ത നമ്മുടെ കൂടെ വന്ന കറുത്ത കാക്കയാണോ? അത് ഇതാണോ ഇവിടെ ആരെന്നാണ് ഇവിടെ വിചാരം? ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ, ഞാൻ പൊട്ടനല്ല, ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന, ഞാൻ ഫ്രണ്ടിൽ ഗ്ലാസ് വഴി ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം, ഫ്രണ്ടിലെ തോട്ടോടെ ഗ്ലാസ് വഴി ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിജിരാജ് ഡോറോട് കയറാൻ വന്നപ്പോൾ ഇവിടെ അപ്പുറത്തെ സൈഡിൽ നേരെ ചാടിപ്പോ. എന്നിട്ട് വിജിരാജ് ഒരു വീഡിയോ എടുത്തിരുന്നു. എന്താ ഇവിടെ ഹൗസിൽ പോയി ഗബ്രി എടുത്ത് കെട്ടിപ്പിടിച്ച് ഉമ്മച്ചും കൂടെ കാണിക്കുന്ന പരിപാടികൾ. അപ്പൊ എന്നോട് പറഞ്ഞു ആ വെളിയിൽ നിന്നില്ല, ഞാൻ വരാം 5 മിനിറ്റ് സംസാരിക്കുന്നു, വെളിയിൽ നിൽക്കുമെന്ന് വെച്ചു. നമുക്ക് ഞാൻ വെളിയിൽ ഇരിക്കാം. അപ്പൊ അതിലെ നമ്മൾ വെളിയിൽ കിടന്നു ഞാൻ 5 മിനിറ്റ് നിന്ന് 10 മിനിറ്റ് 15 മിനിറ്റ് ഹലോ ഇതാണ് വരാൻ പറ്റുമെന്ന് എന്ത് ചെയ്യാത്ത. അപ്പൊ അവൾ പറയും വരാൻ പറ്റത്തില്ല. പിന്നെ എന്തിനും വെയിറ്റ് ചെയ്യാൻ പറഞ്ഞേ. ഹലോ ചങ്ങായിമാരെ, ഞാൻ അത്ര ഇമോഷണലി വീക്കൊന്നുമല്ല. എന്നിരുന്നാൽ പോലും മറ്റുള്ളവരെ ഇമോഷണലായ കാര്യങ്ങൾ കാണുമ്പോൾ ഞാൻ പല കാര്യങ്ങളും വേണ്ട എന്ന് പറഞ്ഞ് വിട്ട് കളയാറുണ്ട്. അതിൽ ഉദാഹരണം വേണമെങ്കിൽ റസീനാട് എടുക്കുക. റസീന നൗഷാദ് എന്ന് പറഞ്ഞ യൂട്യൂബർ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അവർക്കതിലൊക്കെ ഒരു തവണ ഞാൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടപ്പോൾ നമ്മൾ ഇങ്ങനെ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്നൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അവരെ റിയാക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ അവർ ഈ പറയുന്ന ഷെഫീൻ നബിയുടെ വീട്ടിൽ ചെന്ന് നിന്നിട്ട് അവരുടെ ഈ അലമ്പ് വർത്തമാനം, പിന്നെ അത് അല്ലാതെ ഉള്ള അലമ്പ് വർത്തമാനമൊക്കെ കണ്ടപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള അനാവശ്യമായുള്ള ചർച്ചയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അവർക്കെതിരെ വീഡിയോ ചെയ്യാൻ വേണ്ടി നിന്നതാണ്. ഈ പറയുന്ന ഷെഫീൻ നബിയോട് എനിക്ക് റെസ്പെക്റ്റ് ഉണ്ട്, എനിക്ക് ഇഷ്ടമാണ് ആ സ്ത്രീയെ. എന്നാൽ അവരെ കൂടി നിന്നിട്ട് അവരെ മുൻനിർത്തിയിട്ടൊക്കെ ഇതുപോലെ അലമ്പ് വീഡിയോസ് ചെയ്യുന്ന ഒരുപാട് ഇത്തിൽ കണ്ണികൾ ഈ പറഞ്ഞ ഷെഫീൻ നബിയുടെ കൂടെയുണ്ട്. അപ്പം അങ്ങനെ ഒരു ഇത്തിൽ കണ്ണിയായിരുന്ന ഒരു സമയത്ത് ഈ റസീനയുടെ അങ്ങനെ ഇവരെ റിയാക്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന സമയത്താണ് ഇവരുടെ മോണിറ്റേഷൻ ഓണായിട്ട് യൂട്യൂബിൽ നിന്ന് ആദ്യമായിട്ട് പണം കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഒരു ബീച്ചിലിരുന്ന് കരഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് അവർ ഇമോഷണൽ ആയിട്ടുള്ള വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അവരോട് ഒരു സെൻറ്റിമെൻറ്റ്സ് തോന്നി. അതുകൊണ്ട് മാത്രം ഞാൻ അവരെ വീഡിയോ പിന്നെ ചെയ്തില്ല. കാരണം നമുക്കറിയാം ഒരാൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ചെയ്ത പേരും കാര്യങ്ങൾ അവരെന്നതി പറയുന്നുണ്ട്, കുറേ മോശമായ പേരും മോശമായ വിഷയങ്ങളിലൊക്കെ വലിച്ചിട്ടിട്ട് അവസാനം അവർ ഇത്രയും ബുദ്ധിമുട്ടിയതിനൊക്കെ ഒരു പ്രതിഫലം എന്ന ലെവലിൽ അല്ലെങ്കിൽ അതിനൊക്കെ ഒരു ഉപകാരം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊരു വീഡിയോ വളരെ സെൻറ്റിമെൻറ്റ്സ് ആയിട്ട് കറങ്ങി പിഴിഞ്ഞ് അവരൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടപ്പോൾ എനിക്കൊരു വിഷമം തോന്നി അവരോട്. അതുകൊണ്ട് മാത്രമാണ് അവരെ റിയാക്ട് ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുന്ന കണ്ടന്റും എടുത്തു വെച്ചിരുന്ന വീഡിയോ ക്ലിപ്പുകളൊക്കെ ഞാൻ കളയുകയും ചെയ്തു. പിന്നെ ആ വിഷയം ഞാൻ വിട്ടു. അതേപോലെ തന്നെയാണ് ജാസ്മിൻ്റെ വിഷയം. ഇപ്പോൾ ബിഗ് ബോസിൽ വന്നിട്ടും അതിന് മുമ്പത്തെ വിഷയം എടുത്താലും ജാസ്മിനെതിരെ വീഡിയോ ചെയ്യാൻ പല കാര്യങ്ങളും മുന്നിൽ വന്നിട്ട്, അഥവാ ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് തന്നെ എൻ്റെ രീതിയിൽ നോക്കിയാൽ പല കണ്ടന്റും മുന്നിൽ വന്നിട്ട് ഞാൻ മാറ്റി വെച്ച അവസാനം ഇപ്പോൾ ബിഗ് ബോസിൽ കിടന്ന് കാണിക്കുന്ന ഈ അലമ്പുകളൊക്കെ കണ്ടപ്പോൾ ജാസ്മിനെതിരെ വീഡിയോസ് ചെയ്യാൻ വേണ്ടി എടുത്ത് ഞാൻ അതുപോലെ തന്നെ ബിഗ് ബോസിൽ അവിടെ ഇവിടെ നിന്നുള്ള കണ്ടന്റുകളൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ച് ക്ലിപ്പൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് അവർക്ക് ചെയ്യാൻ വേണ്ടി നിന്ന സമയത്താണ് ബിഗ് ബോസിൽ ഇപ്പോൾ ജാസ്മിൻ്റെ വാപ്പാക്ക് കുറച്ച് സീരിയസ് ആയിട്ട് അവസാനം ജാസ്മിനെ വിളിച്ച് സംസാരിക്കും. ജാസ്മിൻ കരയുന്ന വീഡിയോസ്, അത് എന്തിനു വേണ്ടി ആവട്ടെ, കണ്ടന്റ് ആവട്ടെ എന്തോ ആവട്ടെ, എന്നിരുന്നാൽ പോലും ആ ലേഡി കരയുന്നത് കണ്ടപ്പോൾ വീണ്ടും വേണ്ട. അതും ഒരു ഇമോഷണലായിട്ട് ഞാൻ ഇമോഷണലി വീക്ക് അല്ലെങ്കിൽ പോലും മറ്റുള്ളവർ ഇമോഷണൽ കണ്ടപ്പോൾ തോന്നിയൊരു സെൻറ്റിമെൻറ്റ്സ് അത്ര തന്നെ പറയാൻ പറ്റുള്ളൂ. അത് കണ്ടപ്പോൾ വേണ്ട എന്ന് വെച്ചാൽ വിട്ടതാണ്. അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ ഒരു സുഹൃത്തായ വിജിരാജിൻ്റെ ഒരു വിഷയം ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. വിജിരാജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് അധികം പരിചയമൊന്നുമില്ല, ഞാൻ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല. ആദ്യം തന്നെ വിജിരാജിനോട് ഞാൻ സംസാരിക്കുന്നത് തന്നെ, വിജിരാജിനെതിരെയൊക്കെ വീഡിയോസ് ചെയ്ത വ്യക്തിയാണ് ഷെഫീന ബീവി. വിജിരാജിൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് ചില പ്രശ്നങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ കൂടി കണ്ടതാണ്. ഇത്രത്തോളം വിജിരാജിന് ബുദ്ധിമുട്ടുണ്ടാക്കിയ ഷെഫീന ബീവിക്കെതിരെ അവർക്കെതിരെ ഉണ്ടാക്കിയൊരു ഗ്രൂപ്പിൽ മോശമായിട്ട് സംസാരിച്ചപ്പോൾ അല്ലെങ്കിൽ ഈ ഷെഫീന ബീവിനെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്നത് കണ്ടപ്പോൾ വിജിരാജ് ഈ ഷെഫീന ബീവിക്ക് വേണ്ടി ആ ഗ്രൂപ്പിൽ കയറി സംസാരിക്കും. അവസാനം അവരോടൊക്കെ ശത്രുവായി മാറുകയും ചെയ്തൊരു വ്യക്തിയാണ് ഈ വിജിരാജ്. ഒന്ന് ചിന്തിച്ചാൽ മതി, തന്നെ പോലും ശത്രുവായി കണ്ട ഒരു ലേഡിക്ക് വേണ്ടി സംസാരിച്ചിട്ട് മറ്റുള്ളവരെ മുന്നിൽ അല്ല മറ്റുള്ളവരെ കണ്ണി കരടായ ഒരു വ്യക്തിയാണ് വിജിരാജ്. അതേപോലെ തന്നെ ഞാൻ വിജിരാജിനേക്കാൾ ശേഷം വന്നിട്ടുള്ളത് വിജിരാജിൻ്റെ അത്ര റീച്ചുള്ള ചാനലൊന്നുമല്ല എൻ്റെ. സബ്സ്ക്രൈബർ വിജിരാജിനേക്കാൾ കൂടുതലുണ്ടെങ്കിൽ പോലും അത്ര റീച്ച് എൻ്റെ ചാനലില്ല. അങ്ങനെയുള്ള എൻ്റെ ചാനലിൽ പോലും ലൈവിൽ വന്നിട്ട് എനിക്ക് വേണ്ടി ആ ലൈവിൽ 1.25 മണിക്കൂറോളം വിജിരാജ് സംസാരിക്കുകയൊക്കെ ചെയ്തു. അത് മറ്റുള്ളവരുടെ ഉയർച്ചയിലോ മറ്റുള്ളവരുടെ ഇതിലൊന്നും ഒരു തരത്തിലുള്ള അസൂയം കാണാത്തൊരു വ്യക്തി. അതെന്നൊക്കെ പറഞ്ഞൊരു ക്ലിയറാണ്, ആളുടെ മനസ്സിൻ്റെ ഇതായിരിക്കാം, അത് പക്കയാണ്. അപ്പം ആ ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു വീഡിയോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കണ്ടിരുന്നു. ഇപ്പോൾ ഈ ഷെഫീൻ നബിയുടെ വിഷയങ്ങൾ അതേപോലെ തന്നെ ജാസ്മിൻ്റെ വിഷയങ്ങളൊക്കെ നടക്കുന്നത് നിങ്ങൾക്കറിയാവുന്നതാണ്, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണ്. ഈ ജാസ്മിനെതിരെ ഷെഫീൻ നബി വീഡിയോ ചെയ്തപ്പോഴാണ് ഷെഫീൻ നബിക്ക് എതിരെ ഞാൻ ആദ്യം വീഡിയോ ചെയ്തത്. ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് ഈ ഷെഫീൻ നബി പറഞ്ഞതിലൊക്കെ ഒരു 90% സത്യമുണ്ടെന്നാണ്. കാരണം ജാസ്മിൻ അതൊക്കെ അറിയിക്കുന്നതാണ് എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. പിന്നെ ഈ വിജിരാജിൻ്റെ വിഷയം എടുത്ത് തന്നെ വിജിരാജും ഈ പറയുന്ന പോലെ തന്നെ ഈ പറഞ്ഞ ജാസ്മിന് വേണ്ടിയൊക്കെ സംസാരിക്കും.
സംസാരിച്ചിട്ടാണ് ഈ ഷെഫി നബിയുടെ ഒക്കെ ശത്രുവായി മാറിയത്. അങ്ങനെയുള്ള വിജിരാജിനെ പോലും ഒരു നിറത്തിന്റെ പേരിൽ മാറ്റി നിർത്തുന്ന ഒരുമാതിരി അത്രത്തോളം മോശമായ സ്വഭാവമാണ് ജാസ്മിൻ്റെ എന്നതും അങ്ങനെ ഒരു അനുഭവം വിജിരാജിന് ഉണ്ടായതും വിജിരാജ് ഈ ജാസ്മിൻ ഇത്തരം വിഷയങ്ങളിൽ നടക്കുന്ന സമയത്ത് സ്വന്തം ചാനലിൽ കൂടി പറയുന്നുണ്ടായിരുന്നു. എന്നാൽ വിജിരാജ് പറയുമ്പോൾ ഓക്കെ, അവൻ ചിലപ്പോൾ തള്ളി മറിക്കണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതങ്ങനെയല്ല. ഈ വിജിരാജ് ഇത്രത്തോളം ഈ പറഞ്ഞ പോലത്തുള്ള കാര്യങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന ജാസ്മിൻ്റെ ഈ അഹങ്കാരം നേരിട്ട് കണ്ട മറ്റു ചിലരുടെയും കൂടി പ്രസ്താവനകൾ അല്ലെങ്കിൽ അവരവരുടെ ചാനലിൽ കൂടി പറഞ്ഞ കാര്യം കൂടി നമുക്ക് കാണാം. ആദ്യം തന്നെ ഈ വിജിരാജ് പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. അവിടെ ചെന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കുറേ സെലിബ്രിറ്റീസ് ഉണ്ട്. ആക്ച്വലി സെലിബ്രിറ്റീസിനെ കാണുമ്പോൾ, സെലിബ്രിറ്റീസ് എന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ജാസ്മിൻ അടക്കമുള്ളവർ. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് ഒക്കെ വേണമെങ്കിൽ ഞാൻ അപ്പോഴൊക്കെ വിചാരിക്കുന്നുണ്ട് ഒരു സെൽഫി എടുക്കണമെന്ന്. അപ്പോൾ ഞാൻ വിവിയോട് പറഞ്ഞിരുന്നു, ജാസ്മിനെ ഞാൻ കണ്ടേ ഇല്ലേ, ഞാൻ ജാസ്മിന് വേണ്ടി ഒരുപാട് നല്ല വീഡിയോസ് മാത്രം ചെയ്തിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ഈ തെരത്താത്തയുടെ വിഷയത്തിലൊക്കെ ജാസ്മിനെ ഒരുപാട് പിന്തുണച്ച് അല്ലെങ്കിൽ ജാസ്മിനെ തെറി പറയുന്നതിന് ഓപ്പോസിറ്റൊക്കെ നിന്ന്. അപ്പോൾ ഇതിപ്പോൾ പറയണമെന്ന് വിചാരിച്ചല്ല. അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ് നമുക്ക് ഇന്ന് നടന്ന ഒരു സംഭവമായിട്ട് ഞാൻ കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ ജാസ്മിൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അവിടെ ചെന്നു, ഒരുപാട് സെലിബ്രിറ്റീസ് ഉണ്ട്. അപ്പോൾ ആദ്യം സായി കൃഷ്ണ, നിങ്ങൾക്കറിയാം, സീക്രട്ട് ഏജൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ സീക്രട്ട് ഏജൻറ്റിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരുപാട് വെയിറ്റ് ചെയ്തിരുന്ന ഒരാളാണ് ജിത്തുബായി. ഞാൻ ജിത്തുബായിയുടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ആരാധകനാണ്. അങ്ങനെ ഞാൻ ജിത്തുബായി അവിടെ നിന്ന് ഫോട്ടോ എടുത്തു. അതേ കണക്ക് സ്നേഹ, അതായത് സീക്രട്ട് ഏജൻറ്റിൻ്റെ ഭാര്യ സ്നേഹ, അവരെല്ലാം ഭയങ്കര ഹാപ്പി ആയിട്ട് നിന്ന് ഇത് ചെയ്തു. അപ്പോൾ ഞാൻ കുറേ പേരെ ഫോട്ടോസ് ക്യാപ്ചർ ചെയ്തതിന് ശേഷം വിവിയുടെ ഒരു അടുത്ത സുഹൃത്താണ് ഈ ജാസ്മിൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇതിനകത്തും പറയുന്നുണ്ട്. അപ്പോൾ വിവി എൻ്റെ ഒരു നല്ല സുഹൃത്താണ്. ആ രീതിയിൽ ഞാൻ വിവിയോട് പറഞ്ഞു, എടാ, ഇപ്പോൾ ജാസ്മിൻ അത്ര സോഷ്യലായിട്ട് സംസാരിക്കുന്ന ഒരാളൊന്നുമല്ല. അപ്പോൾ ഇപ്പം ബിഗ് ബോസിൽ ഭയങ്കര സോഷ്യലാണെന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ടെങ്കിലും ജാസ്മിൻ അങ്ങനെയല്ല. ജാസ്മിൻ ഇത്തിരി ജാട ഉള്ള ഒരു കൂട്ടത്തിലാണ്. ഞാൻ അങ്ങനെ ജാട എന്നുള്ളതല്ല പറഞ്ഞത്, ജാസ്മിൻ്റെ സ്വഭാവമല്ല, മമ്മൂക്കയുടെ ഒരു സ്വഭാവം കണക്കാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അപ്പം ഞാൻ എന്താ ചെയ്ത്, വിവി പറഞ്ഞാൽ നോ പറയില്ല എന്ന് വിചാരിച്ചു. ഞാൻ ജാസ്മിനോട് ചോദിച്ചു, അല്ല വിവിയോട് പറഞ്ഞു, വിവി ജാസ്മിനോട് ഇന്നൊരു സെൽഫി എടുക്കണമെന്ന് പറഞ്ഞു. അപ്പം ജാസ്മിൻ പിന്നെ നടന്നത് നമുക്കറിയില്ലല്ലോ. അപ്പം ഞാൻ അറിഞ്ഞ വിവരം എന്ന് പറഞ്ഞാൽ അപ്പം വിവി എന്നോട് വന്നിട്ട് പറഞ്ഞാൽ അവളിപ്പോൾ ഒക്കില്ല എന്നാണ് പറഞ്ഞിരുന്നു. സോ എനിക്കപ്പോഴും ഭയങ്കരമായിട്ട് ജാടയായിട്ടൊക്കെ ഫീൽ ചെയ്തു. സോ ഞാൻ പിന്നെ അവളോട് സെൽഫി എടുക്കണമെന്ന് ആവശ്യം പറഞ്ഞിട്ടില്ല, ഒന്നും നടന്നിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം വിവി ആ ടൈമിൽ അവിടെ ഉണ്ടായിരുന്ന വിവി, വേറെ 2 സെലിബ്രിറ്റീസ്, പിന്നെ വേറൊരാൾ, അങ്ങനെ 4 പേര്, പിന്നെ ഈ പെൺകുട്ടി. അപ്പോൾ അതിലൊരാൾ ഇന്ന് തന്നെ വൈകിട്ട് വിളിച്ചപ്പോഴാണ് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചത്. അപ്പോഴാണ് എന്നോട് പറഞ്ഞത്, നീ ജാസ്മിൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കാൻ ചോദിച്ചു അല്ലെങ്കിൽ സെൽഫി എടുക്കാൻ ചോദിച്ചിട്ട് നാണം കെട്ടല്ലെന്ന്. അപ്പോൾ ഞാൻ എന്താ കാര്യം, അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഇൻസിഡൻ്റ് ഉണ്ട്, സംഭവം ഉള്ളതാണ്, പക്ഷേ അതെന്താ എങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോൾ ഇത് ആര് പറഞ്ഞു? അത് ജാസ്മിനും പറഞ്ഞു. ജാസ്മിൻ പറഞ്ഞു. അതായത് നമ്മളെ ഇൻസൾട്ട് ചെയ്തിട്ട്. അപ്പം ആക്ച്വലി അപ്പോഴും വിവിയോട് അവിടെ വെച്ച് ചോദിച്ചത്, അവിടെ നിന്ന് നമ്മുടെ കൂടെ വന്ന കറുത്ത കാക്കയാണോ എന്ന്. അത് കറുത്ത കാക്കയാണോ? ഓക്കെ, അല്ല, അവള് കാക്ക എന്ന് വിളിക്കുന്നത് നോർമലി എല്ലാവരെയും അങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത്. അവിടെ വെച്ചും അങ്ങനെയാണ്. കറുത്ത കാക്കയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ഒരു ഇഷ്യൂ, അപ്പോൾ അത് കേട്ടില്ലേ, ഒരാൾ മറ്റൊരാളുടെ കൂടെ സെൽഫി എടുക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഈ ഫോട്ടോ എടുക്കൽ, സെൽഫി എടുക്കൽ എന്നൊക്കെ പറയുന്ന ഒരു മെമ്മറിയാണ്. നമുക്ക് ഇഷ്ടപ്പെട്ടവരെ കൂടെ നിന്ന് എടുത്തിട്ട് ആ ഒരു മെമ്മറി നമ്മൾ സൂക്ഷിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ എടുക്കുന്നത്. പക്ഷേ എനിക്ക് ഇതുപോലെ മറ്റുള്ളവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതിനോടൊന്നും ആഗ്രഹമില്ലാത്തൊരു വ്യക്തിയാണ്. ഇതിനേക്കാൾ വലിയ സെലിബ്രിറ്റികൾ, ഈ പറയുന്ന ലാലേട്ടനും മമ്മൂക്കാനും, അവരൊക്കെ മുന്നിൽ കിട്ടിയിട്ട് പോലും നമ്മൾ എടുത്തിട്ടില്ല. അതെൻ്റെ അഹങ്കാരമല്ല, ഒന്നും എനിക്ക് അതിനോട് താല്പര്യമില്ല. ഞാൻ ആരുടെയും കൂടെ ഒന്നും ഫോട്ടോ എടുക്കാറില്ല. ഞാൻ എൻ്റെ ഫോണിൽ നോക്കിയാൽ തന്നെ ഫുള്ളും എൻ്റെ ഫോട്ടോസ് അല്ലാതെ മറ്റൊരു വ്യക്തിയുള്ള ഫോട്ടോസ് എൻ്റെ ഫോണിൽ ഉണ്ടാവില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അതെന്ന് വെച്ചാൽ ഇങ്ങനെ യൂട്യൂബിലൊക്കെ തമ്മിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി ഓരോരുത്തരുടെ ഫോട്ടോസ് അപ്പോൾ ഡൗൺലോഡ് ചെയ്യും, അത് സെറ്റ് ചെയ്യും, അതിനുശേഷം ഡിലീറ്റ് ചെയ്ത് കളയും, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാൻ മറ്റൊരാളുടെ ഫോട്ടോസൊന്നും എൻ്റെ ഫോണിൽ ഞാൻ സൂക്ഷിക്കാറില്ല. പിന്നെയും എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സഹോദരി അഥവാ എൻ്റെ സിസ്റ്റേഴ്സിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു എന്നല്ലാതെ എൻ്റെ ഫാമിലി, വാപ്പാടും ഉമ്മാടും കൂടെ പോലും ഒരു സെൽഫി എടുത്ത ഫോട്ടോസ് എൻ്റെ ഇല്ല. കാരണം ഈ മദേഴ്സ് ഡേ, ഫാദേഴ്സ് ഡേ ഒക്കെ ഒന്നും ഞാനിങ്ങനെ എൻ്റെ വാപ്പാടും ഉമ്മാടും കൂടെ നിന്ന് എടുക്കുന്ന ഫോട്ടോസൊന്നും ഞാനത് പോസ്റ്റ് ഇട്ടിട്ട് എൻ്റെ സ്നേഹമൊന്നും ഞാനിങ്ങനെ സോഷ്യൽ മീഡിയയിൽ കാണിക്കാറില്ല. അപ്പോൾ എൻ്റെ ഒരു സ്വഭാവം മറ്റുള്ളവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൂടെ നിന്ന് ഫോട്ടോസ് ഈ പറയുന്ന സോഷ്യൽ മീഡിയ കൂടി ഇട്ടിട്ട് ലൈക്ക് ഉണ്ടാക്കുന്ന പരിപാടിയൊന്നും എനിക്കില്ല. വിജിരാജിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, വിജിരാജ് ഇങ്ങനെ കളങ്കമില്ല എന്ന് പറയുന്ന പോലെ തന്നെ അതിനേക്കാൾ കുറച്ചും കൂടി ആൾക്കാർ അറിയുന്ന ഒരു വ്യക്തി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവരോടൊക്കെ വല്ലാത്തൊരു
റെസ്പെക്റ്റ് ഒക്കെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവരോട് കൂടെ പോയിട്ട് എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ സീക്രട്ട് ഏജന്റ്, ഈ പറയുന്ന ജാസ്മിൻ്റെ പോലെ ഒന്നല്ല, ജാസ്മിനേക്കാൾ കൂടുതൽ ആൾക്കാർ അറിയുന്നത് ശരിയായിരിക്കാം. സീക്രട്ട് ഏജന്റിനേക്കാൾ കൂടുതൽ ഈ പറയുന്ന സബ്സ്ക്രൈബർ ജാസ്മിൻ ഉണ്ട്, 1 മില്യൺ വരെ സബ്സ്ക്രൈബർ ജാസ്മിൻ ഉണ്ട്. എന്നാൽ സീക്രട്ട് ഏജന്റിന്റെ അത്രയും ആൾക്കാർ, അല്ലെങ്കിൽ സീക്രട്ട് ഏജന്റിനെ അറിയുന്ന അത്ര ആൾക്കാർ ജാസ്മിനെ അറിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. കാരണം എന്ന് വെച്ചാൽ സീക്രട്ട് ഏജന്റ് ഇങ്ങനെ പബ്ലിക്കായിട്ടുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ സൊസൈറ്റി നടക്കുന്ന വിഷയങ്ങളൊക്കെ എടുത്തിട്ട് റെലവെൻ്റ് ആയ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വീഡിയോ ചെയ്യുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ ആ വ്യക്തിയെ കാണാനും കാണുന്ന ആൾക്കാർ വെവ്വേറെ ആൾക്കാരാണ്. ജാസ്മിൻ്റെ വീഡിയോസൊക്കെ കൂടുതലും കാണുന്നതെന്ന് വെച്ചാൽ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തവർ തന്നെ ആയിരിക്കും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ആ രണ്ട് പറയുന്ന വ്യൂസിൻ്റെ വ്യത്യാസങ്ങൾ. അപ്പോൾ ഈ പറയുന്ന സീക്രട്ട് ഏജന്റിനൊന്നും ഇതുപോലുള്ള അഹങ്കാരമോ ചാടിയോ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ഇനി അടുത്തടുത്ത് പറയണ ഈ പറയുന്ന വിഷയം വന്നത് തന്നെ നമ്മുടെ കാദർ കരിപ്പൊടി, അഥവാ കാദർക്കാട് കല്യാണത്തിൻ്റെ അന്നാണ്. കാദർക്ക് നമ്മളെ കല്യാണം വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നാട്ടിലുണ്ടായിരുന്നു. ഞാനും ഈ കല്യാണത്തിന് പോയാൽ ഈ പറയുന്ന വിജിരാജും അതുലും വിവിയുടെ ഒക്കെ കൂടെ ഞാനും ഉണ്ടായിരുന്നേ. അന്നൊക്കെ ജാസ്മിൻ ഇതുപോലെ ജാട കാണിക്കാൻ ജാസ്മിനെ മുഖത്ത് നോക്കി നമ്മൾ ചോദിക്കുകയും ചെയ്യും. ഈ ബിഗ് ബോസിൽ കിടന്നിട്ട് ഈ കാണിക്കുന്ന അലമ്പൊന്നുമല്ല. അതിൽ ചോദ്യം ചെയ്യാൻ പ്രത്യേകിച്ച് ആരും ഇല്ലാത്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഒരാളിൽ നിന്ന് കഴിയുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ സൈലന്റ് ആയിരിക്കുന്ന പരിപാടിയിൽ. ആദ്യം തന്നെ ആ പ്രോഗ്രാമിനെ കുറിച്ച് തന്നെ പറയുകയാണെങ്കിൽ ഒരുപാട് പേരുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടാണ് ഈ പറഞ്ഞ 19 പേർക്ക് അവസരം കിട്ടിയത്. ഈ 19 പേര് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് എന്തെങ്കിലും വിഷയവും ഞാൻ ചെയ്യുന്നു, ഞാൻ പുറത്ത് പോകുന്നു, എന്നെ പുറത്ത് വിടുന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവരെ ആ ബിഗ് ബോസിൽ എടുത്ത ബിഗ് ബോസിനെ ആദ്യം കുറ്റം പറയുന്നത്. കാരണം ഒരുപാട് പേര് കളിക്കണം, ഗെയിം കളിക്കണം, തൻ്റെതായ ഒരു നിലവാരം കാണിക്കണം എന്നൊക്കെ ആഗ്രഹിച്ച് പുറത്ത് നിൽക്കുന്നവരുള്ളപ്പോഴും ഇതുപോലെ കുറേ ആൾക്കാരിൽ നിന്ന് സെലക്ട് ചെയ്തെടുത്ത ആൾക്കാർ പോലും അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇറങ്ങിപ്പോകാൻ വേണ്ടി ആഗ്രഹം കാണിക്കുന്നുണ്ടെങ്കിൽ അത്രയും തരം തന്നെ, അല്ലെങ്കിൽ അത്രത്തോളം ഇതില്ലാത്ത ആൾക്കാരൊക്കെ ആ പ്രോഗ്രാമിൽ എടുത്ത ബിഗ് ബോസിനെ ആദ്യം കുറ്റപ്പെടുത്തുന്നത്. ഇനി വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ച് പോകുന്നില്ല. അപ്പം ജാസ്മിൻ ഈ പറയുന്ന വിജിരാജ് വിവി വഴി തനിക്കൊരു സെൽഫി എടുക്കണം എന്നുള്ളത് അതൊരു ആഗ്രഹമാണ്. കാരണം ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ഒരു വ്യക്തി, പിന്നെ ഈ വ്യക്തിക്ക് വേണ്ടി തന്നെ ഒരുപാട് വീഡിയോസും ഒരുപാട് സപ്പോർട്ട് ചെയ്ത വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു വ്യക്തിയെ കാണുമ്പോൾ കൂടെ നിന്നൊരു സെൽഫി എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം വിജിരാജ് വിവി വഴി അറിയിച്ചപ്പോൾ അതിന് കാണിച്ചൊരു അഹങ്കാരം. ആദ്യം തന്നെ നോ എന്ന് പറയുമ്പോഴും വിജിരാജ് വിട്ടു. അഹങ്കാരം വയ്ക്കുള്ളൂ, ഓക്കെ വിട്ടേക്കാന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ ജാസ്മിൻ പറഞ്ഞൊരു പ്രസ്താവനയാണ് ആ കറുത്ത കാക്കയെ പോലെ ഇരിക്കുന്നത്. ഈ നിറത്തിന്റെ കാര്യം പറഞ്ഞിട്ട് ഇന്നും ഇതുപോലെ വേർതിരിവ് കാണിക്കുന്നത്. ഇത് 2024 ഇപ്പൊ തന്നെ നമ്മുടെ VRL എന്ന് പറഞ്ഞ രാമകൃഷ്ണൻ നമ്മുടെ മണിച്ചേട്ടൻ്റെ സഹോദരനെതിരെ ഒരു കലാതിലകം സുന്ദരി ടീച്ചറുടെ ഒരു പ്രസ്താവന ഉണ്ടല്ലോ. അതിൽ ആ സ്ത്രീ തന്നെ പറയുന്നുണ്ട്, ഇപ്പം കറുത്തോര് തൻ്റെ സ്റ്റുഡൻ്റായിട്ട് വരികയാണെങ്കിൽ അവരെ ഞാൻ കല പഠിപ്പിച്ചു കൊടുക്കും, പക്ഷെ അവരോട് ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ ഞാൻ വിടില്ല എന്ന് പറയുന്നുണ്ട്. കാരണം കല പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് ഈ പഠിക്കാൻ വരുന്ന നേരത്തെ അവരെ നിന്ന് കിട്ടുന്ന ഫീസ്. ആ ഫീസ് എനിക്ക് വേണം. ഫീസ് തരുന്ന കറുത്തവരാവട്ടെ വെളുത്തവരാവട്ടെ അതൊന്നും എനിക്ക് പ്രശ്നമൊന്നുമില്ല. എനിക്ക് പണം വേണം. പക്ഷെ ഞാൻ അവരെ ഈ പറഞ്ഞ പ്രോഗ്രാമിലേക്ക് ഞാൻ വിടൂല, അല്ലെങ്കിൽ ആ പ്രോഗ്രാം അവതരിപ്പിക്കരുത് ഞാൻ പറയുന്നത്. അപ്പം അത്രത്തോളം തരം താന്ന്, അത്രത്തോളം മനസ്സിൽ വിഷം വെച്ചിട്ട് മുഖം വെളുപ്പിച്ച് നടന്നിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ എന്നാണ് എനിക്കറിയാത്തത്. ഈ ജാസ്മിൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത്. ഈ തൊലി വെളുപ്പ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, നമ്മുടെ മനസ്സിലൊരു ചെറിയ ഒരു വെളുപ്പെങ്കിൽ മനസ്സിന് വേണം. ഇപ്പം ഈ വിജിരാജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ജാസ്മിൻ പറഞ്ഞത് ശരിയായിരിക്കും. ചിലപ്പോൾ ജാസ്മിന് അത്ര പണം ഉണ്ടാവില്ല, അതേപോലെ തന്നെ ജാസ്മിന് അത്ര നിറം ഉണ്ടാവില്ല, ഈ പറയുന്ന സെറ്റിലായിരിക്കില്ല, ജാസ്മിന് അത്ര സെറ്റിലായിരിക്കില്ല. എന്നിരുന്നാൽ പോലും ആ വ്യക്തിക്ക് ഒരു നല്ലൊരു മനസ്സുണ്ട്. ഒന്ന് ഓർത്താൽ മതി, ആ ഒരു നല്ല മനസ്സുള്ള കാരണം, അല്ലെങ്കിൽ മനസ്സിലൊരു കളങ്കമില്ലാത്ത കൊണ്ടൊക്കെ ആയിരിക്കണം തൻ്റെ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കണം എന്നൊക്കെ തോന്നിയത്. അപ്പം അങ്ങനെയുള്ളൊരു വ്യക്തിയുടെ മനസ്സിൻ്റെയോ അല്ലെങ്കിൽ അയാളെ സ്വഭാവം മനസ്സിലാക്കാതെ ഒരു നിറം വെച്ചിട്ട് അല്ലെങ്കിൽ അയാളെ കളർ വെച്ചിട്ട് അയാളെ മാറ്റി നിർത്തണം എന്നുണ്ടെങ്കിൽ അത്രത്തോളം തരം താന്നൊരു വ്യക്തിയാണ് എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ എനിക്ക് ജാസ്മിനെ. ഇനി ഇത് ഈ പറയുന്ന ഒരു സിറ്റുവേഷനിൽ മാത്രം, ഫോട്ടോ എടുക്കുന്ന സിറ്റുവേഷനിൽ മാത്രമല്ല ജാസ്മിൻ ഈ പരിപാടി കാണിച്ചിരിക്കുന്നത്. ഇവർ ട്രെയിനിന് പോയി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു ഓട്ടോറിക്ഷയിൽ കയറാൻ നേരത്ത് പോലും വിജിരാജ് വന്നിരിക്കുന്ന സമയത്ത് ജാസ്മിൻ അവിടെ നിന്ന് സ്ഥലം മാറിയിരുന്നതാണ് പറയുന്നത്. അത് നിറം കൊണ്ടാണോ അല്ല ജാതി കൊണ്ടാണോ എന്ന് എനിക്കൊന്നും അറിയില്ല. കണത്തിയുണ്ടൽ കൂടായ്മ ഒക്കെ പണ്ട് കാലത്ത് ഉണ്ടായില്ല. ഈ ഒരു സിറ്റുവേഷൻ നമ്മളെ അതുല് പറയുന്നുണ്ട്. അതുലും ആ ഇവരുടെ കൂടെ തന്നെ അന്ന് ആ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ വ്യക്തിയാണ്. ആ വ്യക്തി മറ്റൊരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ഇവർ 4 പേരും കൂടി ആ ഓട്ടോറിക്ഷയിൽ ഈ പറയുന്ന സ്ഥലത്തേക്ക് പോകാൻ വെച്ചാൽ നമ്മുടെ കാദർക്കാട് കല്യാണത്തിന് അല്ലെങ്കിൽ ആ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഓട്ടോറിക്ഷ വിളിച്ച സമയത്ത് ജാസ്മിൻ കാണിച്ച ഒരു വേർതിരിവ് അല്ലെങ്കിൽ ഈ പറഞ്ഞ തീണ്ടൽ കൂടായ്മ എന്നല്ലേ ഞാൻ പറയുള്ളൂ, അല്ലാണ്ട് വേറൊരു വാക്ക് ഞാൻ പറയില്ല. ആ സ്വഭാവം കൂടി നമ്മുടെ അതുൽ വിവരിക്കുന്നുണ്ട്. അതൊന്ന് കേട്ടു നോക്കാം. ഒട്ടും താല്പര്യമില്ല. എന്നിട്ട് ഇതേ തുടർന്ന് എന്ത് ചെയ്ത് നമ്മൾ റെയിൽവേ സ്റ്റേഷന് പുറത്തിറങ്ങി ഒരു ഓട്ടോയിൽ നമ്മളെല്ലാവരും കയറി. നമ്മൾ 4 പേരും ഒരു ഓട്ടോയിലാണ് കയറിയത്. ഒരു ഓട്ടോ പിടിച്ചാണ് ഹോട്ടലിലോട്ട് പോയത്, നമ്മുടെ റൂമിലോട്ട് പോയത്. അപ്പോൾ ആ ടൈമിൽ എന്ത് ചെയ്തു, ജാസ്മിൻ ഇങ്ങനെ അറ്റത്തിരുന്നു, ഈ ഡോർ സൈഡിലിരുന്നു, വിവി അപ്പുറത്തിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു, ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ആദ്യമേ ഓടിപ്പോയി ഫ്രണ്ടിൽ കയറി. എനിക്ക് അവളോട് ഇരിക്കാനും ഒന്നിനും താല്പര്യമില്ല. ഞാൻ നേരെ പോയി ഫ്രണ്ടിൽ കയറി. അത്രേ ഉള്ളൂ, മനസ്സിലായില്ല, അത്രേ ഉള്ളൂ. ഫ്രണ്ടിൽ കയറിയെങ്കിൽ അപ്പോൾ വിജിരാജ് എന്ത് ചെയ്തു, അടുത്ത് നേരെ ഡോറിൽ കയറുമ്പോൾ ഇവളടുത്താണ് വിജിരാജ് ഇരിക്കാൻ എന്നുള്ള രീതിയിൽ വരുന്നത്. മനസ്സിലായി, ഇരിക്കുക, അടുത്ത് ഡോറിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇവളടുത്ത് വിജിരാജ് വരും. ഇവളെന്ത് ചെയ്തെന്ന് അറിയാമോ, നേരെ ചാടി വിവിയുടെ അപ്പുറത്ത് പോയി. എന്താണ് അവള്, ഇവൾ ആരെന്നാണ് ഇവളെ വിചാരം? ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ, ഞാൻ പൊട്ടനല്ല, ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന, ഞാൻ ഫ്രണ്ടിൽ ഗ്ലാസ് വഴി ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം.
ഫ്രണ്ടിലത്തെ ഓട്ടോയുടെ ഗ്ലാസ് വഴി ഞാൻ കണ്ടോണ്ടിരിക്കുകയാണ്. ഈ വിജിരാജ് ഡോർ തുറന്ന് കയറാൻ വന്നപ്പോൾ ഇവിടെ അപ്പുറത്തെ സൈഡിൽ നേരെ ചാടിപ്പോയി. എന്നിട്ട് വിജിരാജ് അത് വീഡിയോ എടുത്തിരുന്നു. എന്താ ഇവളിപ്പോ ഹൗസിൽ പോയി ഗബ്രി എടുത്ത് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചും കൂടെ കാണിക്കുന്ന പരിപാടികൾ. അവന്റെ അടുത്ത് ജസ്റ്റ് വിജയാന്റെ അടുത്ത് ജസ്റ്റ് ഒന്നിരുന്നാൽ ഇവളുടെ എന്ത് മുത്തു കൊഴിഞ്ഞു പോകും. ഇവൾ ആരെന്നാ ഇവളെ വിചാരം? ഞാൻ എല്ലാം പച്ചയ്ക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓരോ സമയം ഓരോ കാര്യത്തിലും ഞാൻ വിധി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ കാര്യത്തിലും ജാസ്മിന്റെ സ്വഭാവം എന്താ ഏതാന്ന് പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങളും ഞാൻ വിധി എഴുതി നിരത്തുകയായിരുന്നു അവളെ. ഇത്രയും ഒരു പന്ന വൃത്തികെട്ട സ്വഭാവമുള്ള ഒരു പെണ്ണ് എൻ്റെ ലൈഫിൽ ഞാൻ വേറെ കണ്ടിട്ടില്ല. ഇങ്ങനത്തെ ഒരു വൃത്തികെട്ട സ്വഭാവം. വിജിരാജ് എന്ന് പറയുന്നവൻ അവളെടുത്തിരുന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവൻ്റെ അടുത്തൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ, അവനൊരു ഫോട്ടോ എടുക്കാൻ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവളെ എന്ത് കൊഴിഞ്ഞു, ഇവളെ ആരെന്നാണ് ഇവളെ വിചാരം? ഇവളെ നാശത്തിനുള്ള കാര്യമില്ല. ഇതെന്തുകൊണ്ടാണ് നേരത്തെ പറയാത്തതെന്ന് അറിയാം. എല്ലാത്തിനും അതിൻ്റെ സമയമുണ്ട്. ആ സമയത്ത് പറഞ്ഞാലേ അതൊക്കെ ഏക്കത്തുള്ളൂ. മനസ്സിലായി? എല്ലാവരും സമയം നോക്കുന്ന സമയത്ത് പറഞ്ഞാണ്. ഇപ്പൊ ഇങ്ങനെ പറയാം, ഈ പറഞ്ഞ വിജിരാജൊക്കെ ഈ പറയുന്ന ജാസ്മിന് വേണ്ടിയൊക്കെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തെങ്കിൽ പോലും ഈ ജാസ്മിന് വിജിരാജിനെ അറിയില്ല. അപ്പൊ തനിക്കറിയാത്തൊരു വ്യക്തിയുടെ അടുത്തിരിക്കാനോ ആ വ്യക്തിയുടെ കൂടെ ഫോട്ടോ എടുക്കാനോ ഒന്നും താല്പര്യം ഉണ്ടാവില്ല. അത് ഓരോരുത്തരുടെ സൗകര്യമാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ പറയുകയാണെങ്കിൽ ജാസ്മിന് നേരിട്ട് അറിയാവുന്നതും അല്ലെങ്കിൽ പലതവണ കണ്ടിട്ടുള്ളതും പിന്നെ കൂടുതൽ അറിവ് നേരിട്ടുള്ള അറിവുള്ള ഒരു വ്യക്തിക്ക് ഈ പറയുന്ന ജാസ്മിനിൽ നിന്നുണ്ടായ മറ്റൊരു മോശമായ ഒരു വിഷയം, അതേ കല്യാണ വീട്ടിൽ വെച്ച് അല്ലെങ്കിൽ അതേ സമയത്ത് ഇതൊക്കെ സംഭവിക്കുന്നത് പല നാളുകൾക്ക് മുമ്പൊന്നല്ല. ഈ പറയുന്ന കാതിർക്കാട് കല്യാണത്തിന്റെ അന്ന് തന്നെ ഈ പറഞ്ഞ വ്യക്തിയുടെ ഈ പറയാൻ പോകുന്നത് ജാസ്മിൻ അറിയാവുന്ന ഈ വ്യക്തിയുടെ ഭാര്യയുടെ ബർത്ത്ഡേ ആണ്. ആ സമയത്ത് ജാസ്മിനെ ക്ഷണിച്ചിട്ടുണ്ടായി. കാരണം ജാസ്മിനെ നേരിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ജാസ്മിനെ ഇതിനു മുമ്പ് നല്ല പരിചയമുള്ള ഒരു വ്യക്തിയാണ്. കൂടുതൽ സംസാരിച്ചും കാര്യങ്ങളൊക്കെ ഉള്ള ജാസ്മിനെ കുറിച്ച് പല കാര്യങ്ങളും അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ഈ പറയുന്ന തൻ്റെ ഭാര്യയുടെ ബർത്ത്ഡേ സമയത്ത് ഈ പറയുന്ന ഫോണിൽ കൂടി മാത്രം പരിചയമുള്ള വിജിരാജിനെ അതുപോലെ വിവിയൊക്കെ വന്ന സമയത്ത് തനിക്ക് നേരിട്ട് അറിയാവുന്ന ജാസ്മിനെ വിളിച്ചപ്പോൾ ജാസ്മിൻ കാണിച്ച ഒരു പരിപാടി ഉണ്ട്. അതും കൂടി ആ വ്യക്തി വന്ന് പറയുന്നത്, അതും കൂടി ഒന്ന് കേട്ടോക്കാം. ബർത്ത്ഡേ എൻ്റെ വൈഫിന്റെ ബർത്ത്ഡേ ആയിരുന്നു. എനിക്ക് ഈ ചാനൽ മാത്രമല്ല, മിറാക്കിൾ കപ്പിൾ എന്ന് പറഞ്ഞൊരു ഫാമിലി ചാനലുണ്ട്. അത് അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് ഉണ്ട്. ഒരു ഏകദേശം 1.5 ലക്ഷം ഫോളോവേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള ചാനലാണത്. കപ്പിൾ ചാനലാണതിൽ. അപ്പോൾ കാതർക്കാട് കല്യാണത്തിന് പോയ സമയത്ത് അന്നാണ് ബർത്ത്ഡേ. ഈ പറയുന്ന നമ്മളെല്ലാം ഒരുമിച്ചാണ് നമ്മൾ നിന്ന സ്റ്റേയിൽ. അതായത് ഇപ്പുറത്തെ റൂമിൽ ഞാനും എൻ്റെ ഫാമിലിയും, തൊട്ടപ്പുറത്ത് ഈ പറയുന്ന നമുക്ക് ജാസ്മിന്റെ റൂം, അതിനപ്പുറത്ത് വേറൊരാൾ, അങ്ങനെ കുറച്ച് പേരുണ്ട്. അവരെയൊന്നും പേര് ഞാനത് വലിച്ചഴിക്കുന്നില്ല. അപ്പോൾ എൻ്റെ മാന്യത കാര്യം ഇപ്പുറത്തെ റൂമിൽ നിന്ന് ഹാപ്പി ബർത്ത്ഡേ ടു എന്ന് പറഞ്ഞ് കേക്ക് മുറിക്കും. ഈ പറയുന്ന വിജിരാജ്, അതുൽ വ്ലോഗ്സ്, വിവി ഹിയർ, ഇവരെല്ലാവരും ഞാൻ വിളിച്ച്, ഇവരെല്ലാവരും വന്ന് എൻ്റെ റൂമിൽ വന്ന് ബർത്ത്ഡേ അല്ലേ നമുക്ക് കേക്ക് മുറിക്കണം അളിയാന്ന് പറഞ്ഞ് വന്ന്. വിവിയെയും അതുലിനെയൊക്കെ അന്ന് നേരിട്ടാണ് ഞാൻ കാണുന്നത് ആദ്യമായിട്ട്. ഈ ജാസ്മിനെയൊക്കെ ഇതിന് മുന്നേ ഞാൻ പല സ്ഥലങ്ങളിൽ വെച്ചിട്ടും പല പ്രോഗ്രാംസിൽ വെച്ചിട്ട് നമ്മൾ ഒരുമിച്ച് കണ്ടിട്ടുള്ളവരും സംസാരിച്ചിട്ടുള്ളവരുമാണ്. ഈ പറയുന്ന നമുക്ക് മറ്റേ തീർത്താത്താറ വിഷയം വന്നപ്പോഴത്തേക്ക് എൻ്റെ അക്കൗണ്ടിൽ ഒരു സ്ട്രൈക്ക് വന്നായിരുന്നു. അന്ന് ഞാൻ ജാസ്മിനോട് സംസാരിച്ചിട്ടുള്ളതാണ്. പല കാര്യങ്ങളിൽ ജാസ്മിനോട് സംസാരിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. എന്നിട്ട് അന്നൊക്കെ ഈ കാണിക്കാത്തൊരു കാര്യം വഴിയെ പറയാം. അതിനുശേഷം ഈ പറയുന്ന കണക്ക് അവരൊക്കെ ഈ പറയുന്ന വിവി അവരെയൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. എന്നിട്ട് അളിയാന്ന് പറഞ്ഞ് വന്ന് കെട്ടിപ്പിടിച്ച് സംസാരിച്ചു. എന്നെ കെട്ടിപ്പിടിക്കണമെന്നല്ല പറഞ്ഞത്. വന്ന് സംസാരിച്ച് നമുക്ക് ഒരുമിച്ച് കേക്ക് മുറിക്കാടാന്ന് പറഞ്ഞ് റൂമിൽ വന്ന്. അപ്പോൾ എൻ്റെ മാന്യതയാണ് തൊട്ട് അപ്പുറത്തെ റൂമിൽ ഇരിക്കുവാണ്. നമ്മളെയൊക്കെ അറിയുന്നവരാണ്, ഒരു ഫീൽഡിൽ നിൽക്കുന്നവരാണ്. അപ്പോൾ വിളിക്കണമെന്നുള്ളത് എൻ്റെ മാന്യത. ഞാൻ പറഞ്ഞു അതിലേ നമുക്ക് പോയി വിളിച്ചിട്ട് വരാം. അപ്പോൾ വിവി പറഞ്ഞു ഓക്കെ ശരി പോയിട്ട് വാ, വിളിച്ചിട്ട് വാ. അപ്പോൾ ഞാൻ പോയിട്ട് റൂമിലുണ്ടി. അപ്പോൾ ജാസ്മിനുണ്ട്, വേറെ 2 പേരുണ്ട്. ഞാൻ ചോദിച്ചു വൈഫിന്റെ ബർത്ത്ഡേ ആണ്, നമുക്ക് കേക്ക് മുറിക്കുന്നുണ്ട്, വിവിയൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്, വരോ? അപ്പോൾ എന്നോട് പറഞ്ഞ് വെളിയിൽ നിന്നില്ല, ഞാൻ വരാം, 5 മിനിറ്റ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, വെളിയിൽ നിൽക്കുമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, അവർ പേഴ്സണൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ, നമ്മളെന്തിനാ അതിൻ്റെ ഇടയിൽ കയറി ഇന്റർപ്രറ്റ് ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് ഞാൻ വെളിയിരിക്കാം. അപ്പോൾ അതിലേ നമുക്ക് വെളിയിൽ കയറാന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് നിന്ന് 10 മിനിറ്റ് നിന്ന് 15 മിനിറ്റ് നിന്ന് വരുന്നില്ല. അപ്പോൾ അത് പറഞ്ഞു അറിയാം ഒരു കാര്യം ചെയ്യും, അവരൊക്കെ റൂമിൽ വെയിറ്റ് ചെയ്യല്ലേ, വീട്ടുകാരെല്ലാം വെയിറ്റ് ചെയ്യല്ലേ, വിവിയും വിജിരാജ് എല്ലാം വെയിറ്റ് ചെയ്യല്ലേ, നമുക്ക് റൂമിലോട്ട് പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ശരിയാക്കി നമുക്ക് റൂമിലോട്ട് പോകാം. നേരെ റൂമിൽ പോയി വീണ്ടും നമ്മൾ വീട്ടുകാർ ചോദിക്കും, വീട്ടുകാർക്ക് പറഞ്ഞിട്ടാണ് വന്നത്. എൻ്റെ അവസ്ഥ ആലോചിക്കണം, വീട്ടുകാർക്ക് വൈഫിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. അവരൊക്കെ വളരെ വലിയ കാര്യമായിട്ട് ജാസ്മിൻ എല്ലാ വീഡിയോസിൽ ഇരുന്ന് കാണുന്ന നല്ല കോണ്ടന്റ് ഒക്കെ ഇടുന്ന ജാസ്മിൻ, ജാസ്മിനൊക്കെ വരൂലേ എന്നുള്ള രീതിയിൽ അവരിയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യാൻ തിരിച്ച് റൂമിൽ വന്നു, വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, വരുന്നില്ല. അപ്പോൾ ബാക്കിയുള്ളവരുടെ കേക്ക് അലിയും കട്ട് ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ എൻ്റെ മാന്യത, വീണ്ടും എൻ്റെ മാന്യത ആലോചിക്കണം. ഞാൻ അവിടെ നിന്ന് കേക്ക് എല്ലാം മുറിച്ച് കഴിഞ്ഞാൽ അവർ പിന്നീട് വരുമ്പോഴത്തേക്ക് അവരെ ഞാൻ വിളിച്ചിട്ട് ഇൻസൾട്ട് ചെയ്യുന്നതിനൊക്കെ ആയി പോകൂലേ എന്ന് എനിക്കൊരു തോന്നലുണ്ടായി. അങ്ങനെ ഞാൻ വിവിയായിട്ട് പറഞ്ഞു, വിവിയുടെ ഫ്രണ്ടാണ് ഈ പറഞ്ഞ ജാസ്മിൻ. ഞാൻ വിവിയോട് പറഞ്ഞു, എന്നിട്ട് വിവി എൻ്റെയും ഫ്രണ്ടാ, അതാലോചിക്കണം. വിവി നീ ഒന്ന് വിളിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ വിവി വിളിച്ചിട്ട് ചോദിച്ചു ഹലോ ഇതൊക്കെയാണ് വരാൻ പറ്റൂലെന്ന് ചോദിച്ചു. എന്ത് പറ്റിയാത്ത? അപ്പോൾ അവൾ പറയും വരാൻ പറ്റത്തില്ല. പിന്നെ എന്തിനും വെയിറ്റ് ചെയ്യാൻ പറഞ്ഞേ, വെളിയിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞേ? ഇൻസൾട്ട് ചെയ്യുന്ന മനുഷ്യനെ ഇൻസൾട്ട് ചെയ്യരുത്. ഈ ജാസ്മിൻ്റെ ഒരു പ്രകൃതമാണ് ഈ ആളെ ഇൻസൾട്ട് ചെയ്യുക എന്നുള്ളത്. അതിനുള്ളത് അവിടെ പോയി കാണിക്കുന്നുണ്ട്, അവിടെ ആൾ വലിച്ചു കയറുന്നുണ്ട്. ജനങ്ങൾക്ക് മനസ്സിലായി സ്വഭാവം. എത്ര നാൾ അഭിനയിക്കും സോഷ്യൽ മീഡിയയിൽ? എത്ര നാൾ അഭിനയിക്കും? കറക്റ്റ് ചോദ്യം. എത്ര നാൾ അഭിനയിക്കും? ഇപ്പൊ ബിഗ് ബോസിൽ പോയിട്ട് ജാസ്മിന് കിട്ടാവുന്നതൊക്കെ മേടിച്ച് കൂട്ടുന്നുണ്ട്. ഇപ്പൊ നോക്കിയാൽ മതി, ഏതെങ്കിലും ഒക്കെ നോമിനേഷൻ വന്നാൽ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചോദിച്ചാണ് ജാസ്മിന്റെ പേര് ആരും തന്നെ പറയുന്നില്ല. ഈ പറയുന്ന ഗബ്രി മാത്രം പറയുന്നുണ്ട്, അല്ലാതെ വേറൊരാളും ജാസ്മിനെ അതിനുള്ളിൽ സപ്പോർട്ടില്ല. കാരണം എന്താണ്? സ്വഭാവം മനസ്സിലാക്കണേ. ഒരു 10-25 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്.
ഇത്രയും വയസ്സിനുള്ളിൽ തന്നെ അല്ലെങ്കിൽ ഈ പെൺകുട്ടിക്ക് കിട്ടാവുന്ന അത്രയും കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഈ നൂറുടെ കാര്യം തന്നെ നൂറ് തന്നെ പറയുന്നുണ്ട്. അതിൽ വെച്ച് തന്നെ ജാസ്മിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉപദ്രവങ്ങൾ പുറത്തു നിന്ന് കുറേ ഉണ്ടായിട്ട് അവസാനം മാപ്പ് പറഞ്ഞതാണ് ജാസ്മിൻ അതിൻ്റെ ഉള്ളിൽ വന്നപ്പോൾ. എന്നിട്ടും വീണ്ടും ഉപദ്രവിക്കുന്നു എന്നൊക്കെ നൂറടക്കം പറയുന്നുണ്ട്. കാരണം ആ ലേഡി ആ പെൺകുട്ടി അടക്കം ജാസ്മിൻ്റെ ഉപദ്രവങ്ങൾ പുറത്തുനിന്ന് സഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രായത്തിനുള്ളിൽ തൻ്റെതായ ഒരു നിലനിൽപ്പിന് വേണ്ടി അല്ലെങ്കിൽ തനിക്ക് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ വേണ്ടി ഒരുപാട് പേര് ഉപയോഗിക്കുകയും തനിക്ക് നേടിയെടുക്കേണ്ട കാര്യങ്ങൾ നേടിയെടുത്ത് കഴിയുമ്പോൾ അവരൊക്കെ കറിവേപ്പിലിനേക്കാൾ മോശമായ രീതിയിൽ വലിച്ചെറിയുകയും ചെയ്യുന്ന ഒരു പ്രകൃതമാണ് ജാസ്മിൻ്റെ എന്നാണ് ജാസ്മിൻ്റെ സുഹൃത്തുക്കളായിരുന്നവർ തന്നെ പറയുന്നത്. സുഹൃത്തുക്കളാണ് എന്ന് പറയുന്നില്ല, സുഹൃത്തുക്കളായിരുന്നവർ ഇപ്പോൾ പറയുന്നത്. ഇനിയും എന്തെല്ലാം കേൾക്കാൻ നിൽക്കുന്നു. ഒരാൾ ആശുപത്രിയിലാണ് എന്നൊക്കെ അറിയാം, ജാസ്മിൻ്റെ വാപ്പ ആശുപത്രിയിലാണ് എന്നാൽ പോലും പറയാൻ പാടില്ല എന്നാലും പോലും പറയുന്നു. ഇന്നിപ്പം മകളെ അതിൻ്റെ ഉള്ളിൽ കാണിച്ചു കൂട്ടുന്നതിൻ്റെ കാര്യങ്ങൾ കേട്ടിട്ട് അതിൻ്റെയൊക്കെ ടെൻഷൻ ആയിരിക്കണം ഈ പറയുന്ന വ്യക്തിക്ക് ഇപ്പം ഈ വയ്യാണ്ടായത്. അപ്പം ഇത് എന്തായാലും ഇനി ഇപ്പം നമ്മൾ വീഡിയോ ചെയ്താലും ജാസ്മിൻ അറിയാനൊന്നും പോകുന്നില്ല. ഇനി പുറത്തിറങ്ങിയിട്ടെങ്കിലും ഇപ്പോൾ ഈ സ്വഭാവങ്ങൾ മാറ്റി വെക്കണമെങ്കിൽ നേരെ ആവാം എന്ന് മാത്രം പറയുന്നുള്ളൂ. കാരണം ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഞാൻ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ഒരുത്തരാണ്. ഇതിനു മുമ്പ് എനിക്കൊരു ചാനൽ ഉണ്ടായിരുന്നതാണ്, ഏതൊരു ജിന്ന് എന്ന് പറഞ്ഞിട്ട്. പലരും പല ലൈവിലൊക്കെ ജിന്ന് എന്നുള്ള പേര് പറഞ്ഞ് കേട്ടിട്ടുണ്ടാകും. അത് എൻ്റെ പേരില്ലെങ്കിൽ പോലും അല്ലെങ്കിൽ എൻ്റെ ഫോട്ടോ ഇല്ലെങ്കിൽ പോലും ഞാൻ ചെയ്ത കണ്ടന്റുകൾ കുറച്ച് കുഴപ്പമില്ലാത്ത രീതിയിൽ ഓടിയിരുന്നു. അന്ന് ഈ പറയുന്ന സോഷ്യൽ മീഡിയ നടക്കുന്ന വിഷയങ്ങളെ ക്ലിപ്പുകൾ ഫോട്ടോസൊക്കെ വെച്ചാണ് വീഡിയോ ചെയ്തത്. അത് കുറച്ച് പാർട്ടിക്കാരെ കുറിച്ചൊക്കെ ചെയ്തപ്പോൾ സ്ട്രൈക്ക് കിട്ടിയ ചാനൽ എൻ്റെ പോയതാണ്. പിന്നെയാണ് ഈ ചാനൽ തുടങ്ങിയത് തന്നെ. ഈ ചാനൽ തുടങ്ങിയിട്ടും ഇപ്പം ഈ പറഞ്ഞ സബ്സ്ക്രൈബർ ആ പഴയ ചാനലുണ്ടായിരുന്ന ഒരുപാട് പേരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നല്ലാണ്ട് വ്യൂസ് എനിക്ക് കുറവാണ്. കാരണം അതും എൻ്റെ ഒരു മണ്ടത്തരം തന്നെയാണ്. എൻ്റെ വ്യൂസ് കുറയാനും അതേപോലെ തന്നെ ചാനൽ ഡെഡ് ആവാനും കാരണം ഇത് എൻ്റെ ഒരു മണ്ടത്തരമാണ് സത്യം പറഞ്ഞാൽ. കാരണം ഞാൻ തുടങ്ങി ഒരു 1-2 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് മോണിറ്റേഷൻ ഓണായാൽ ഞാനത് പിന്നെ ഓക്കെ ആക്കിയില്ല. പകരം 10-200 വീഡിയോസ് ഉണ്ടായിരുന്നു. ഞാൻ ഡിലീറ്റ് കളയേണ്ട അവസ്ഥ ഒക്കെ വന്നാണ്. എൻ്റെ മുമ്പത്തെ വീഡിയോസിൽ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഒരാളെ അതൊന്നും പറയുന്നില്ല, ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇനി പറയുന്ന പോലെ തന്നെ സെലിബ്രിറ്റി ആയിരിക്കാം, 4 ആൾ അറിയുന്ന ഒരു വ്യക്തി ആയിരിക്കാം. ഈ 4 ആൾ അറിയുന്നതും സെലിബ്രിറ്റി ആവുന്നതൊക്കെ എങ്ങനെയാണ്? ഇവരെ സ്നേഹിക്കാൻ ആരെങ്കിലും ഒക്കെ ഉള്ളത് കൊണ്ടാണ്. നമ്മളൊരാളെ സ്നേഹിക്കുമ്പോൾ തിരിച്ച് ഒരു പുഞ്ചിരെങ്കിലും കൊടുക്കാൻ നോക്കാം. പിന്നെ ഈ പറയുന്നവർ ഇത്രയും പേര് ഇപ്പം ഈ കണ്ട ഈ 3 പേരെ തന്നെ വിഷയം എടുക്കാം. ഇതിനും ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ, ജാസ്മിൻ ബിഗ് ബോസിൽ പോയപ്പോൾ ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് ഒക്കെ വീഡിയോ ചെയ്ത ഒരു വ്യക്തിയാണ് ബിബി അടക്കം ജാസ്മിനെതിരെ വീഡിയോസ് ചെയ്യേണ്ട അല്ലെങ്കിൽ എതിരെ സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്ത് ജാസ്മിന് വേണ്ടി സംസാരിച്ച വ്യക്തികൾ തന്നെയാണ് ഇന്നിപ്പോൾ വന്ന് പറയുന്നത് ജാസ്മിനെതിരെ. അപ്പോൾ ഒന്ന് ഓർത്താൽ മതി അയാളിൽ നിന്നും ഈ പറയുന്ന വ്യക്തികൾക്കൊക്കെ എന്തെല്ലാം എങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത്. പിന്നെ മുമ്പ് ജാസ്മിനെ എതിർത്ത് അല്ലെങ്കിൽ ജാസ്മിനെതിരെ വീഡിയോസ് ചെയ്തവരൊക്കെ ഇന്ന് എനിക്ക് തോന്നുന്നു അവരൊക്കെ അന്ന് പറഞ്ഞത് ശരിയാണ്. അവർ പറഞ്ഞതിലും എന്തൊക്കെയോ ശരിയുണ്ട്. ഇത്രമാത്രം പറയുന്നുള്ള വീഡിയോ ഫുള്ളായി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെ അടുത്ത വിഷയം കാണാം. ബൈ.